ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് ആണ്. ഇതിൻ്റെ കട്ടിങ് വീഡിയോ നമ്മൾ ഓൾറെഡി തന്നെ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ കാണാത്തവരെല്ലാവരും അത് പോയി കണ്ടതിന് ശേഷം ഇത് കാണുക. ഇത് ബിഗിനേഴ്സിന് വേണ്ടി ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ്, അവർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ കട്ടിങ്ങും കഴിഞ്ഞ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണിച്ചായിരുന്നു. നമ്മളപ്പോൾ ഇതിൽ സ്റ്റിച്ചിങ് ആണ് ഇതിൻ്റെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടിൻ്റെയും നെക്കാണ് ആദ്യമേ അടിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി ഒരു കട്ട് പീസ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് വെച്ചാൽ, ഇതിൻ്റെ രണ്ട് നല്ല വശവും അകത്ത് വരുന്ന രീതിയിൽ, നല്ല വശവും രണ്ടും ഫേസ് ടു ഫേസ് ഇരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒന്ന് ഇതേപോലെ പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് ആ നെക്ക് ഒന്ന് അടിച്ചെടുക്കുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ബാക്ക് നെക്ക് ഞാനിപ്പോൾ അത് പിൻ ചെയ്ത് വെച്ചായിരുന്നു. ഇതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് നെക്കും പിൻ ചെയ്ത് വെക്കുക. നല്ല വശം അകത്ത് വരുന്ന രീതിയിൽ, അതായത് നല്ല വശം രണ്ടും ഫേസ് ടു ഫേസ് ആയിട്ട് ഇരിക്കുന്ന രീതിയിലാണ് ഇതേപോലെ വെച്ച് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, നല്ല വശമാണ് ഇപ്പോൾ നമുക്ക് ഫേസ് ആയിട്ട് ഇരിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ പിൻ ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട്. ബിഗിനേഴ്സ് ആകുമ്പോൾ ഇതേപോലെ പിൻ ചെയ്ത് വെക്കാതെ അടിച്ചാൽ നമുക്ക് നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അരികെ കൂടി ഇങ്ങനെ ഇട്ട് അടിച്ചെടുക്കുക. ബിഗിനേഴ്സിന് വേണ്ടി ആയതുകൊണ്ടാണ് ഞാനിത് കൂടുതലും സ്ലോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് പതിച്ചടിക്കേണ്ടതുണ്ട്. അതായത് ഇതേപോലെ ഒന്ന് നിവർത്തി വെച്ചിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കേണ്ടതുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ബാക്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന പീസ്, ഇപ്പോൾ ലൈനിങ് ആണെങ്കിലും അല്ലാതെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്ന പീസ് ഫ്രണ്ടിലേക്ക് കാണാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നത്. അത് അപ്പോൾ നമുക്ക് വിട്ടു പോകത്തുമില്ല. അങ്ങനെ അടിച്ചതിന് ശേഷം നമുക്ക് നെക്കൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ഇതേപോലെ നെക്കിൻ്റെ അറ്റത്തിട്ട്, അപ്പോൾ നമ്മൾ വെച്ച് കൊടുത്ത പീസ് ഉള്ളിലേക്ക് മടക്കി അതിൻ്റെ അടിയിലേക്ക് മടക്കി ഇതേപോലെ വെച്ചിട്ട് ഇതിൻ്റെ അരികത്ത് കൂടെ ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നെക്ക് നല്ല കറക്റ്റായിട്ട് നല്ല വൃത്തിക്ക് നമ്മൾ ഏത് നെക്കാണോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല വൃത്തിക്ക് അത് കിട്ടുന്നതാണ്. എനിക്കിപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഇതേപോലെ ഒന്ന് ചെറിയ ചുളുക്കൾ പോലെ വരുന്നത്. അപ്പോൾ നിങ്ങൾ കോട്ടൺ മെറ്റീരിയലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇതൊരു സിൽക്ക് മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഇതുപോലെ വരുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ അതിൻ്റെ ബാക്ക് സൈഡ് ഇതേപോലെ ഒന്ന് മടക്കി എടുത്തിട്ട് ഒന്ന് പിൻ ചെയ്യണം. ഒരു 4 ഇഞ്ചിൽ മടക്കി എടുത്താൽ മതിയാവും. നമ്മളതിന് വേണ്ടിയാണ് ഇത് കട്ട് ചെയ്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, നമ്മൾ 1.5 ഇഞ്ച് എക്സ്ട്രാ എടുത്തായിരുന്നല്ലോ. അത് ഇങ്ങനെ മടക്കി വെക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എക്സ്ട്രാ തുണി എടുത്തിരുന്നത്. ഇതുപോലെ 3 സൈഡും ഒന്ന് 4 ഇഞ്ചിൽ നമുക്ക് തുണിയുള്ള പോലെ ഒന്ന് മടക്കി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുന്നതിന് മുമ്പ് ഇതേപോലെ പിൻ ചെയ്ത് വെച്ചിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സൈഡും പല അളവായിട്ട് പോകും. അപ്പോൾ കാണാനൊരു വൃത്തിയായിട്ട് ഇരിക്കില്ല. എന്നിട്ട് നമുക്കൊന്ന് അടിച്ച് ഫിനിഷ് ചെയ്ത് എടുക്കാം. അടിച്ചെടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് തുണി നിവർത്തി വലിച്ചു പിടിച്ച് വേണം അടിക്കാനായിട്ട്, അല്ലെങ്കിൽ ഫ്രണ്ട് പാർട്ടിൽ ചുളുക്കുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ട് പാർട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ബാക്ക് പാർട്ടും അടിച്ചെടുക്കുക. രണ്ടിനും ഒരേ രീതിയിൽ തന്നെയാണ് അടിച്ചെടുക്കേണ്ടത്. അതിനുശേഷം രണ്ടിൻ്റെയും ഷോൾഡർ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് അതും ജോയിൻ ചെയ്തെടുക്കണം. രണ്ടിൻ്റെയും നല്ല വശം അകത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാൻ. ഷോൾഡറിൻ്റെ ഭാഗം 2 തവണ സ്റ്റിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കത് വിട്ടുപോകാതെ നന്നായിട്ട് കിട്ടും. ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ അടിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നെക്കിൻ്റെ ഭാഗവും ഷോൾഡറിൻ്റെ ഭാഗവും നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് സ്ലീവ്സാണ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടി സ്ലീവ്സിൻ്റെ അറ്റത്ത് ഇതേപോലെ ഒന്ന് 4 ഇഞ്ചിൽ ഡബിൾ ഫോൾഡ് ചെയ്ത് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഉൾവശത്ത് വെച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അകത്തേക്ക് മടക്കി ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഉൾവശത്ത് വെച്ചാണ്. അപ്പോൾ സ്ലീവ്സിൻ്റെ ലെങ്ത് എല്ലാം നിങ്ങൾക്ക് ഓരോരുത്തരുടെയും ആവശ്യം അനുസരിച്ച് സ്ലീവ്സിൻ്റെ ലെങ്ത്ത് എടുക്കുക. ഞാനിപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. 2 സ്ലീവ്സും ഇതുപോലെ തന്നെ കൈയുടെ അറ്റം മടക്കി അടിച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ഷോൾഡർ അടിച്ച സെൻട്രൽ പോയിൻ്റ് ഉണ്ടല്ലോ, ആ സെൻട്രൽ പോയിൻറ്റിലേക്ക് നമ്മുടെ ഈ സ്ലീവ്സിൻ്റെ സെൻട്രൽ പോയിൻ്റ് വെച്ച് കൊടുക്കണം. ഇവിടെയും ചെയ്യേണ്ടത് നല്ല വശം രണ്ടും അകത്ത് വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇപ്പോൾ സ്ലീവ്സിൻ്റെ ഉൾവശമാണ് നമുക്ക്
ഫേസ് ആയിട്ടിരിക്കുന്നത്, അകത്താണ് നല്ല വശം ഇരിക്കുന്നത്. ഇതുപോലെ വെച്ച് കൊടുത്ത് രണ്ടിൻ്റെയും സെൻറ്ററിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് അവിടെയും ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കുക. രണ്ടിൻ്റെയും അറ്റം ഇതേപോലെ ഒന്ന് ഒരുമിച്ച് പിടിച്ചിട്ട് ഫുള്ളായിട്ട് നമുക്ക് രണ്ട് സൈഡിലും പിന്നുകുത്തി വെക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പിൻ ചെയ്ത് വെക്കാം. സെൻറ്ററിൽ നിന്ന് നമ്മളങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മളുടെ രണ്ട് സൈഡിലും എങ്ങനെ എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് രണ്ട് സൈഡിലും എക്സ്ട്രാ ആയി പോയിക്കോളും. അതെല്ലാം നമ്മൾ ഒരറ്റത്തു നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോൾ എക്സ്ട്രാ സ്ലീവ്സിന് തുണി വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു സൈഡ് മാത്രമായിട്ട് ഇങ്ങനെ കൂടുതലായിട്ട് കിടക്കുമ്പോൾ നമ്മളുടെ സ്ലീവ്സ് വെച്ചത് കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ സെൻറ്ററിൽ നിന്ന് ഇതേപോലെ പിൻ ചെയ്ത് തുടങ്ങുന്നത്. അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതും സെൻട്രൽ ഭാഗത്തു നിന്നാണ്. ഇതേപോലെ സെൻറ്ററിൽ പിന്നുകുത്തിയ ഭാഗത്തു നിന്നാണ് നമ്മൾ സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും എക്സ്ട്രാ തുണി ഉണ്ടെങ്കിൽ അത് രണ്ട് സൈഡിലും കൂടെ ഈക്വലായിട്ട് കിടന്നോളും. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ക്ലോത്ത് കട്ട് ചെയ്ത് കളഞ്ഞാലും മതിയാവുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഇതേപോലെ സെൻട്രൽ ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. രണ്ട് സൈഡിൽ ഇതേപോലെ പിൻ ചെയ്ത് വെച്ചിട്ട് വേണം എന്തായാലും നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈ കറക്റ്റായിട്ട് കിട്ടുകയുമില്ല, ചുളിവുകൾ എണ്ണാൻ സാധ്യതയുമുണ്ട്. സെൻട്രലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഒരു വശം അടിച്ച് തീർത്തു. ഇനി വീണ്ടും അതുപോലെ തന്നെ സെൻട്രൽ ഭാഗത്ത് കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് അടുത്ത ഭാഗവും അതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു 1/4 ഇഞ്ച് അകലത്തിലാണ് ഞാനിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കാം. കൈയുടെ ഭാഗമെല്ലാം സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും നമ്മൾ എന്തായാലും ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനത് 2 തവണ സ്റ്റിച്ച് ചെയ്തെടുത്തു. 2 സ്ലീവ്സും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഈ മെറ്റീരിയലിൻ്റെയാണ് ഇങ്ങനെ നമുക്ക് ചുളിവുകൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ സ്ലീവ്സും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു ചെറിയൊരു പാർട്ടാണ് നമുക്കിവിടെ എക്സ്ട്രാ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. അതുകൊണ്ടാണ് ബിഗിനേഴ്സ് ആകുമ്പോഴേക്കും കൂടുതലും ഇതേപോലെ സെൻട്രൽ ഭാഗത്ത് നിന്ന് സ്ലീവ്സ് രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ 2 സ്ലീവ്സും ഇതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമുക്ക് സൈഡ് ഭാഗം ഷേപ്പ് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇതേപോലെ 2 സൈഡും ഉൾവശമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. 2 സൈഡും ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കുക. 2 സൈഡും ഒപ്പം വേണം ഇതേപോലെ എടുത്ത് വെക്കാനായിട്ട്. എന്നിട്ട് സൈഡ് ഭാഗം നമുക്കൊന്ന് പിൻ ചെയ്ത് എടുക്കാം. ഇപ്പോൾ ആ ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്ത ഭാഗമൊക്കെ കണ്ടോ, നമുക്ക് കറക്റ്റായിട്ട് ഒരുപോലെയാണ് വന്നിരിക്കുന്നത്. ആ ഭാഗത്ത് നമുക്ക് ഒന്ന് പിൻ ചെയ്ത് വെക്കാം. അതുപോലെ സൈഡ് ഭാഗത്തേക്കും സ്ലിറ്റിൻ്റെ ഭാഗം വരെ നമുക്കൊന്ന് ഇതേപോലെ പിൻ ചെയ്ത് കറക്റ്റായിട്ട് വെക്കാം. സ്ലിറ്റിൻ്റെ ഭാഗമാണ് ഞാൻ അവിടെ ഒരു വര വരച്ചിരിക്കുന്നത്. ആ ഭാഗത്ത് നിന്ന് നമ്മൾ നേരത്തെ ഓൾറെഡി കട്ടിങ് വീഡിയോയിൽ ഇതിൻ്റെ അളവെടുത്ത് വരച്ച് കൊടുത്തായിരുന്നു. ആ വരയുടെ മീതെ ഞാൻ ഒന്നുകൂടി ഒന്ന് തെളിച്ച് വരക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് സ്ലീവ്സും ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി സ്ലീവ്സ് നമ്മൾ ഓൾറെഡി 5 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്തതെന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നു. നമ്മൾ കട്ടിങ് വീഡിയോയിൽ 5 ഇഞ്ചിലാണ് സ്ലീവ്സിൻ്റെ അറ്റത്ത് അളവെടുത്തിരുന്നത്. അപ്പോൾ 5 ഇഞ്ചിൽ നമ്മൾ ഓൾറെഡി ഒരു ചെറിയ മാർക്കിങ് ചെയ്തായിരുന്നു. അത് ഞാനൊന്ന് തെളിച്ച് വരച്ചു. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത ഭാഗത്തിൽ നമ്മൾ ഇപ്പോൾ ചോക്ക് കൊണ്ട് വരച്ചിട്ടുണ്ടല്ലോ, ആ ഭാഗത്തു നിന്ന് 5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഇതേപോലെ ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 സ്ലീവ്സും ഇതേപോലെ തന്നെ ഒന്ന് വരച്ച് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗം 1 ഇഞ്ചിൽ മാർക്ക് ചെയ്തായിരുന്നു, സീം അലവൻസിൻ്റെ ഭാഗം, അവിടെ ഒന്ന് അതും വരച്ച് കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ വരച്ച വര ഇവിടെ ഓൾറെഡി കാണാൻ പറ്റും. അതിൻ്റെ മീതെ കൂടിയാണ് നമ്മളൊന്ന് തെളിച്ച് വരച്ച് എടുക്കുന്നത്. അല്ലാതെ പുതിയതായിട്ട് നമ്മളൊന്നും ഇതിൽ കാണിക്കുന്നില്ല. എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ അതിൻ്റെ മീതെ ഒന്ന് തെളിച്ച് വരക്കുകയാണ് ചെയ്യുന്നത്. സ്ലീവിൻ്റെ ഭാഗവും അതുപോലെ തന്നെ സൈഡ് ഭാഗവും സ്ലിറ്റിൻ്റെ ഭാഗത്ത് ഒരു മാർക്കിംഗ് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ സ്ലിറ്റ് അടിച്ചെടുക്കാനായിട്ട് 1 ഇഞ്ചിൽ മാർക്ക് ചെയ്തിരുന്നു. അവിടെയും ഇതേപോലെ തന്നെ കറക്റ്റ് ഒന്ന് വരച്ചെടുത്ത് തെളിച്ച് വരച്ചെടുത്തതിന് ശേഷം ഒന്ന് ഇതേപോലെ ഒന്ന് രണ്ടാക്കി മടക്കിയിടാം. അത് ഇങ്ങനെ മടക്കിയിടുന്നത് നമുക്ക് ഇപ്പുറത്തെ സൈഡും അളവുകൾ കിട്ടുന്നതിനാണ്. നമ്മൾ എളുപ്പത്തിൽ മാർക്ക് ചെയ്യാനാണ്. അളവുകളൊന്നും ഇല്ലാതെ മെഷറിംഗ് ടേപ്പൊന്നും ഇല്ലാതെ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് 2 സൈഡും ഇതേപോലെ ചോക്ക് കൊണ്ട് വരച്ച് വര കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇപ്പുറത്തെ സൈഡ് ഇപ്പോൾ കിട്ടിയ വരയിൽ കൂടെ ഒന്നുകൂടെ തെളിച്ച് വരക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ വരക്കുമ്പോഴേക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്
വളരെ എളുപ്പമായിരിക്കും. അതിൻ്റെ മീതെ കൂടി നമുക്കൊന്ന് അടിച്ചെടുത്താലും മതിയാവും. ഇനി സ്ലീവ്സിൻ്റെ ഭാഗവും നമ്മൾ മറ്റേ സ്ലീവ്സിൽ വരച്ചിരിക്കുന്ന വര തെളിയാനായിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് തട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഇപ്പുറത്തെ സ്ലീവിലേക്കും ആ വര നമുക്കൊന്ന് തെളിഞ്ഞ് കിട്ടുന്നതാണ്. അപ്പോൾ അതും ഞാനൊന്ന് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് സ്ലിറ്റിൻ്റെ ഭാഗം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സ്ലീവ്സിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്ലീവിൻ്റെ അറ്റത്ത് നിന്ന് ഇതേപോലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗം വരെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. ഇതേപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ആ സ്ലിറ്റിൻ്റെ ഭാഗം കാണുന്നുണ്ടല്ലോ, അവിടെ നമ്മളൊന്ന് ഇതേപോലെ കെട്ടിയിട്ട് നിർത്തുക. രണ്ട് സൈഡ് ഇതേപോലെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്ലിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതേപോലെ മടക്കിയാണ് നമ്മൾ സ്ലിറ്റ് അടിക്കുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് ആകുമ്പോൾ ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ലിറ്റ് അടിക്കാനായിട്ട് തുടക്കക്കാർക്ക് ആകുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പിന്നീട് അത് നമ്മൾ ചെയ്തതാണ് അത് നമുക്ക് ക്ലിയർ ആവുന്നത്. സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ചിങ് കൊണ്ടുവന്ന് നിർത്തിയ ഭാഗം മുതലാണ് നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കേണ്ടത്. ആ ഭാഗം കറക്റ്റ് സ്റ്റിച്ചിങ് നിർത്തിയ ഭാഗം തുടങ്ങി ഇങ്ങനെ മടക്കി കൊടുക്കുക, അറ്റം വരെ മടക്കുക. നമ്മൾ ഓൾറെഡി വരച്ചിട്ടിട്ടുണ്ടല്ലോ, ആ ഒരു അളവിലാണ് ഇപ്പോൾ മടക്കി ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് അറ്റം വരെ ഒന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ അത് ഫോൾഡ് ചെയ്ത് പിൻ ചെയ്യാം. നമ്മൾ ആദ്യമേ ഒരു ഫോൾഡ് ചെയ്താണ് ഇങ്ങനെ പിൻ ചെയ്ത് കറക്റ്റ് അളവിലൊന്ന് ആ വരച്ച വരയുടെ അളവിലൊന്ന് മടക്കിയെടുത്തു. അതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ആ പിൻ ഊരിയിട്ട് ഇതേപോലെ ഒന്നും കൂടി ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും പിന്നൂത്തി വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് കറക്റ്റ് ബിഗിനേഴ്സ് ആകുമ്പോൾ കറക്റ്റ് മനസ്സിലാവാനായിട്ട് സാധിക്കും. ഇതേപോലെയാണ് നമ്മൾ രണ്ട് സൈഡും പിന്നൂത്തേണ്ടത്. ഒരു സൈഡ് ഇതേപോലെ ചെയ്തു, അതേപോലെ തന്നെ അടുത്ത സൈഡും ഇതേപോലെ പുറകിലേക്ക് മടക്കി വെക്കുമ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇത് വരുന്നത്. ഇനി നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് താഴെ ഭാഗത്തു നിന്നാണ് സ്ലിറ്റിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ ബിഗിനേഴ്സ് ആകുമ്പോൾ മുകളിലത്തെ ഭാഗത്തു നിന്ന്, അതായത് സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തു നിന്ന് സ്റ്റിച്ച് ചെയ്യരുത്. ഇതേപോലെ താഴെ ഭാഗത്തു നിന്ന് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും നമ്മളുടെ പിന്ന് കുത്തിയത് നമ്മൾ ഊരി മാറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്യരുത്. കറക്റ്റ് പിന്നുകുത്തിയ ഭാഗം എത്തുമ്പോൾ മാത്രമേ അത് ഊരിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. ഇതേപോലെ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം എത്തുമ്പോഴേക്കും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ഭാഗം എത്തുമ്പോഴത്തേക്കും നമ്മൾ താഴത്തെ ഭാഗത്തും ഇതേപോലെ പിന്ന് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. സ്ലിറ്റിൻ്റെ ആ ഭാഗം എത്തുമ്പോഴേക്കും നമ്മൾ ബാക്കിലേക്ക് പിൻ ചെയ്ത ഭാഗം ഇതേപോലെ ഒന്ന് ഫ്രണ്ടിലേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് വി പോലെ ഒന്ന് ഒരു ഷേപ്പ് അവിടെ കാണുന്നുണ്ടല്ലോ, അത് അവിടെ വെച്ചാണ് നമ്മളുടെ സ്ലിറ്റിൻ്റെ അതിൻ്റെ ഭാഗം അവിടെയാണ്. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് ചോക്ക് കൊണ്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. ആ ചോക്ക് മാർക്ക് ചെയ്ത ഭാഗത്തിൻ്റെ മുകളിൽ കൊണ്ടുവന്നാണ് നമ്മൾ സ്റ്റിച്ചിങ് നിർത്തേണ്ടത്. ഇതേപോലെ വി പോലെ കിട്ടുന്ന രീതിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ആ വരച്ച വരയുടെ മുകളിൽ കൊണ്ടുവന്ന് ഒന്ന് സ്റ്റിച്ചിങ് നിർത്തിയിട്ടുണ്ട്. തൊട്ടുള്ള ഒരു 1/4 ഇഞ്ച് മുകളിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ മതി. എന്നിട്ട് അവിടെ സൂചി ഇറക്കി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നേരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒന്ന് വീണ്ടും ഒന്ന് തിരിച്ചിടുക. എന്നിട്ട് സൂചി ഇതേപോലെ ഒന്ന് ഇറക്കി വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇപ്പോഴത്തെ സൈഡിൽ പിന്നെ ഊരിയാൽ മതി. എന്നിട്ട് നേരെ കറക്റ്റായിട്ടൊന്ന് പിടിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ അടിച്ചെടുക്കാനുള്ളൂ. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും ബാക്കി ഭാഗം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന്. ഇനി നമുക്ക് നേരെ സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് പോകാനേ ഉള്ളൂ. ഇതേപോലെയാണ് നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. ബിഗിനേഴ്സ് ആകുമ്പോൾ ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് താഴത്തെ ഭാഗമാണോ ഒന്ന് അടിച്ചെടുക്കാനുള്ളത്. അത് നോർമലായിട്ട് നമുക്കൊന്ന് ഇതേപോലെ 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് നമുക്ക് അടിച്ചെടുക്കാം. നമ്മൾ അതിന് വേണ്ടി ഓൾറെഡി 1 ഇഞ്ച് ഓൾറെഡി കട്ടിങ് വീഡിയോയിൽ വെച്ച് തന്നെ നമ്മൾ അത് സീം അലവൻസ് ആയിട്ട് ഇട്ടിരുന്നു. ഇനി നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ രണ്ട് ഭാഗവും ബാക്കിലെ പാർട്ടും ഫ്രണ്ടിൽ പാർട്ടും ഇതേപോലെ ഒന്ന് മടക്കി അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതേപോലെയാണ് ചുരിദാർ വന്നിരിക്കുന്നത്. നെക്കിൻ്റെ ഭാഗമെല്ലാം നമുക്ക് നന്നായിട്ട് ക്ലിയർ ആയിട്ട് തന്നെ ക്യാൻവാസിൽ നിന്ന് വെക്കാതെ തന്നെ നമുക്ക് നന്നായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് സ്ലിറ്റിൻ്റെ ഭാഗമാണ്, അത് നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ തന്നെ അത് വന്നിട്ടുണ്ട് ക്ലിയർ ആയിട്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ആദ്യം ചെയ്യുമ്പോൾ കോട്ടൺ തുണിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനായിട്ട് എളുപ്പം. വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. താങ്ക് യു.